ഹലോ ഗൈസ്, നമ്മളിന്ന് അച്ഛൻ്റെ തറവാട്ടിൽ പോക്കാന് തറവാട്ടിൽ തമ്പാച്ചിനെ പാർട്ടിക്കാൻ പോട്ടെ. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽ ബാക്കി കാണാം ഗൈസ്. നമ്മളെ കോട്ടത്ത് പോകുന്നല്ല അച്ഛൻ കുളിച്ചിട്ടൊന്നുമില്ല. അച്ഛൻ നടന്ന് കോട്ടത്ത് നിന്ന് ഒരുത്തി ഓടി വരുന്നുണ്ട് അടുത്തു. നമുക്ക് കോട്ടത്ത് പോയിട്ട് പാർപ്പിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, വെൽക്കം ടു ലിമ വ്ളോഗ്സ്. അപ്പോൾ ഞാനും അച്ഛനും കുഞ്ഞാറ്റയും കൂടി ഇന്ന് അച്ഛനെ തറവാട്ടിൽ പോക്കാന് എനിക്കെന്തോ രാവിലെ എണീറ്റമ്പാട് ക്ഷേത്രത്തിൽ പോകണം എന്നൊരു തോന്നല്. അപ്പോൾ ഞാനും അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ പോകാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ അമ്മ വന്നിച്ചില്ല, ഞാനും അച്ഛനും കുഞ്ഞാറ്റയും കൂടിയുള്ളൂ. അപ്പം ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് ഗൈസ്, അച്ഛൻ അങ്ങോട്ട് മാറുന്നില്ല. ഇതാണ് സ്കൂൾ. ഞാൻ പോയതോടെ നല്ല ഡെവലപ്മെൻറ്റ്സ് വന്നു ആ സ്കൂളിൽ. അപ്പോൾ നമ്മളെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളിലാണ് ക്ഷേത്രത്തിന് മുമ്പിൽ. ഭയങ്കര എന്താ പറയുക, ഒരു കണ്ടം മീൻസ് വയലും കാര്യങ്ങളെല്ലാമാണ് മുമ്പിലുള്ളത്. അപ്പം അതാണ് കാണുന്നതാണ് ക്ഷേത്രം. അപ്പോൾ ഇതാണ് മുമ്പിലത്തെ വ്യൂ. നല്ല ഈവനിങ്ങിലാകുമ്പോൾ നല്ല രസമാണ് നിൽക്കാൻ. അപ്പോൾ കുഞ്ഞാരുടെ നടക്കുന്നല്ലോ പറയുന്നുണ്ട്. അപ്പം അച്ഛനും വന്നു. അച്ഛൻ കുളിച്ചിട്ടൊന്നുമില്ല. ഇനി അച്ഛൻ തോട്ട് പോയിട്ടാണ് കുളിക്കുക. നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഭയങ്കര ഒരു എനർജി കിട്ടുന്ന സ്ഥലമാണ്. ഇതാണ് ക്ഷേത്രം. ഇവിടെയാണ് എല്ലാ കൊല്ലവും തേൻ കഴിക്കുന്ന സ്ഥലം. അപ്പം നമ്മൾ വന്നപ്പോൾ എല്ലാവരും അടിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞാനും കുഞ്ഞായിട്ട് അടിച്ചു വരാൻ കഴിഞ്ഞു. അടിച്ചു വരലോ ഒരുമാതിരി വല്ലാണ്ട് ടയേർഡായി. ഇവരെ കുഴപ്പമില്ല, നമ്മളെ ക്ഷേത്രമല്ലേ, നമ്മളല്ലാണ്ട് വേറെ ആരും അടിച്ചു വരേണ്ടത്. അപ്പം അച്ഛൻ തോട്ടിലേക്ക് കുളിക്കാൻ പോയി. അതിൻ്റെ നടുക്ക് എന്തെല്ലാം തെങ്ങിൻ്റെ അളവും കവുങ്ങിൻ്റെ അളവെല്ലാം നോക്കുന്നുണ്ട്. അപ്പം ഞാനും കുഞ്ഞാറ്റയും കൂടി അടിച്ചു വരാൻ തുടങ്ങി. എന്തായാലും നല്ല വീതിയുള്ള മിറ്റാണ് തമ്പുരാട്ടീൻ്റെ തിരുവനന്തപുരത്ത്. അങ്ങനെ നല്ല ലേറ്റായിന്. പിന്നെ കുഴപ്പമില്ല, അടിച്ചു വരാൻ കുറച്ച് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ അടിച്ചു വരാമെന്ന്. പുല്ലെല്ലാം മറിച്ച് നല്ല നീറ്റാക്കിയെല്ലാം അടിച്ചു വാരുകയും ചെയ്തു. ഇവിടെ എല്ലാ കൊല്ലവും തെയ്യം കഴിക്കുന്നതാണ്. മാർച്ച് മാസത്തിൽ 9-10 വൈകുന്നേരം ആ ടൈമിലാണ് തെയ്യം കഴിക്കൽ. ഇവിടെ മാത്രമല്ല, മേലേക്കോട്ടമുണ്ട്, വേറൊരു കോട്ടം കൂടിയുണ്ട് ഇതിൻ്റെ മേലെ തന്നെ. മേലേക്കോട്ടം താഴേക്കോട്ടം എന്നാണ് പറയുക. അപ്പോൾ ആടിയും തെയ്യം ഇതുപോലത്തെ ടൈമിൽ തന്നെ നടക്കൽ, തലേന്ന് പിറ്റേന്നായിട്ട് നടക്കൽ. ഈ കോട്ടത്ത് തമ്പുരാട്ടി വലിയ തമ്പുരാട്ടിയും ഗുളികനുമാണ്. മേലേക്കോടത്ത് കാളപ്പുല്ലിനും പുല്ലൂരണനും ഉറുപ്പേശി അവർ മൂന്നാളാണ് മേലെ. അപ്പം നമ്മൾ തെയ്യത്തിൻ്റെ പുത്തരീൻ്റെ ടൈമിലാണ്. ഇപ്പം എന്തായാലും ഇനി ഒരു 1-2 മാസത്തിനുള്ളിൽ പുത്തരിയെല്ലാം കഴിയും. പുത്തരി കഴിഞ്ഞാൽ പിന്നെ തെയ്യത്തിൻ്റെ ബഹളമാണ്. പിന്നെ ഒരു മാർച്ച് തെയ്യം കഴിയുന്നവരെ ഇനി പുത്തരീൻ്റെ തെയ്യത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം, അതിൻ്റെ ഒരു ആർമാദിപ്പിലായിരിക്കും നമ്മൾ. ഏകദേശം ഞാൻ വന്നേ കഴിഞ്ഞിട്ട് നല്ല വെള്ളം വലിച്ചു എന്നിട്ട് കാലുമുകലൊന്ന് കഴുകി അടിച്ചു വാരിയെല്ലാം അടിക്കുവാൻ വരൽ ചെയ്തല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി. അപ്പം കുഞ്ഞാറ്റ അതിന് നടുക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ഓക്കും കാലിന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓക്കും കാലിലെല്ലാം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു സമാധാനം. എത്ര സങ്കടം ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. പക്ഷേ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പോകാൻ തോന്നിയാൽ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. എന്തെങ്കിലും മുടക്കുണ്ടാകും. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിനാണ് പോകാൻ പറ്റി. ഇത് എൻ്റെ തറവാട് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. നമുക്ക് ബാക്കി എല്ലാ ക്ഷേത്രത്തിലും പോകുമ്പോൾ ടൈം കണക്കുണ്ടാവും. ഇപ്പം പോകണം, ഇത്ര ടൈമിൽ പോകണം എന്നല്ല. പക്ഷേ നമ്മൾ തറവാട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഇതാണ് പണിറ്റാകോ, ഇതിൻ്റെ ഉള്ളിലാണ് തമ്പുരാട്ടീൻ്റെ കാര്യങ്ങളും. ആ മേലെ കണ്ട ആ ഒരു അലങ്കാരമെല്ലാം തെയ്യത്തിൻ്റെ ടൈമിൽ, അടുത്ത തെയ്യത്തിൻ്റെ ടൈം വരെ അതുണ്ടാവും. എന്നിട്ട് അതിനുശേഷം തെയ്യത്തിൻ്റെ കഴിക്കുന്ന പിറ്റേ ദിവസമാണ്, തലേ ദിവസം നമ്മളത് മാറ്റിയിട്ട് നമ്മൾ പുതിയ പേപ്പറും കാര്യങ്ങളെല്ലാം ഒട്ടിക്കും. അപ്പോൾ അതെല്ലാം ഭയങ്കര ഒരു സന്തോഷം തരുന്ന സമയമാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞ പടിഞ്ഞാകാൻ അടിക്കാൻ സെപ്പറേറ്റ് മാച്ചിയലുണ്ട്. അപ്പം മാച്ചിയൽ എടുത്തുകൊണ്ട് കൊടുത്ത് അപ്പോൾ നമുക്കൊന്ന് മേലെ കൊടുത്ത് പോകാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇറങ്ങിയതാണ് മെല്ലെ. പക്ഷേ അപ്പോഴത്തേക്കും അച്ഛനോ എന്തോ പറഞ്ഞു വിളിച്ചു ഗൈസ്. ഞാൻ ജനിച്ചു വളർന്നു ഞാനും നീ ഓടില്ല. ഞാൻ എനിക്ക് ഒരു 4-5 വയസ്സറി ഞാൻ ഇവിടെ തന്നെ. ഇവിടെ ഒരു മഞ്ചാടി വരുന്നുണ്ട്. ഈടേനു ആടില്ലേനോ അല്ല, ഈടെ ഒരു മഞ്ചാടി മരമുണ്ടേനെ. എനിക്ക് മഞ്ചാടി മരത്തിൽ നിന്ന് മഞ്ചാടി വീണോ അച്ഛനും അപ്പോൾ നമുക്ക് പറപ്പണിയില്ലോ കഥ പറഞ്ഞല്ലേ. ഇഷ്ടം തറവാട്. അപ്പോൾ കേസ് ഞാൻ മേലേക്കോട്ട് തോന്നുമ്പോൾ അച്ഛൻ എന്നെ തുരിതിരായി വിളിച്ചത് ഈ കിണ്ടി കയറാനാണ് കേസ്. അപ്പോൾ കിണ്ടിയെല്ലാം കഴുകി നമ്മളെ കിണറ്റിൻ്റെ പടയിൽ നിന്ന് കിണ്ടിയെല്ലാം കഴിയുന്നത് നമ്മളെ ഇവിടുത്തെ പെൺപിള്ളേരായിട്ട് ജനിച്ച ഇടുന്ന എൻ്റെ തറവാടാണല്ലോ.
അപ്പോൾ ഇവിടുത്തെ തറവാട്ടിലെ പെൺപിള്ളേർക്ക് കല്യാണം കഴിഞ്ഞ് പോകുന്ന വരെയേ ഇതിനുള്ളൊരു അവകാശമുള്ളൂ എന്നാണ് പറയുന്നത്. അതിന് ശേഷം വന്നു കയറുന്ന പെൺപിള്ളേർക്കാണ്. അപ്പോൾ അതുവരെയെങ്കിലും നമ്മൾ ഈ ഒരു അവകാശം യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. കിണ്ടി മാത്രമല്ല, ഈ കള്ള് മീത്തി വരുന്ന പിന്നെ കോപ്പയും കിണ്ണെല്ലാം കേൾക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നും. അതെല്ലാം സംക്രമത്തിൻ്റെ സമയത്തേ കിട്ടുള്ളൂ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. നല്ലോണം കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ട് അച്ഛനെ കൊണ്ട് കൊടുക്കണം. കോട്ടത്തെ പിന്നെ പടിഞ്ഞാത്തിന് മുമ്പിൽ കൊണ്ട് കൊടുത്തു. അതിന് ശേഷം ഞാനും അച്ഛനും കുഞ്ഞാറ്റയും കൂടിയാണ് മേലെക്കോട്ടത്തേക്ക് പോയത്. നമ്മുടെ ക്ഷേത്രത്തിൽ നേരെ മേലെയാണ് വെച്ചാൽ കുറച്ചേ നടക്കാനുള്ളൂ. അപ്പം അടുത്തേക്ക് പോയി. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ മുമ്പിൽ നല്ല വ്യൂ ആണ്, മീൻസ് വയലും ചില ടൈമിൽ ഇങ്ങനെ പറവയിലും ഒപ്പരം പറക്കുന്നില്ല കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാനും അച്ഛനും കുഞ്ഞാറ്റിയും ഇതാണ് ക്ഷേത്രം. ഇവിടെയാണ് കാളപ്പുല്ലിനും പുല്ലൂരാനും ഊർപ്പേശിയും ഉള്ള തെയ്യെല്ലാം കിട്ടുന്നത്. അപ്പം അച്ഛനെനിക്ക് ചന്ദനത്തിരി എന്തോ കത്തിക്കുന്നു തോന്നും. അപ്പം ഞാൻ തുളസിയെല്ലാം പറിച്ചുകൊണ്ട് കൊടുത്തു കേസ്. അച്ഛനും കൊടുത്തു, കുറച്ച് കുഞ്ഞാരക്കും കൊടുത്തു. നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് നമ്മൾ നേരെ താഴെക്കോടത്തേക്ക് താഴെക്കോടത്ത് വന്നപ്പോൾ ഞാനും കുഞ്ഞാറ്റിയും വേഗം വീട്ടിൽ കയറിയിരുന്നേ. അച്ഛൻ ഈ ക്ഷേത്രത്തിലെ കോമരാണ്, വെല്ലമ്പ്രാട്ടീൻ്റെ കോമരാണ് അച്ഛൻ. അപ്പം കോമരത്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ശൈലിയിലെങ്ങാറ്റാണ്, അത് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളതിൻ്റെ നടുക്ക് ഇവിടെ വെലീച്ചനും അവരെല്ലാം ഇവിടെ താമസിക്കുന്നത്. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഒരു ശൈലി നടത്തവും കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് സമയം അതെല്ലാം ഇങ്ങനെ ആസ്വദിച്ചാടിയിരുന്നു. നമ്മളെ ഓട്ടത്ത് പുത്തരി കഴിഞ്ഞിട്ടൊരു മാർച്ച് ആകുമ്പോഴത്തേക്കും തെയ്യം ഉണ്ടാവും. തെയ്യം 3-4 ദിവസത്തെ പരിപാടിയാണ് തെയ്യത്തിൻ്റെത്. ഇവിടെ വെല്ലമ്പ്രാട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. തെയ്യത്തിൻ്റെ ടൈം മാർച്ച് 9, 10, 11 അല്ലെ 10, 11, 12 അങ്ങനെ ആ ഒരു ടൈമിലാണ് നമുക്ക് തെയ്യത്തിൻ്റെ അവിടെ ഇത് വരിക. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും അച്ഛനെ കാണാനൊരു പ്രത്യേക സ്റ്റൈലും ഉണ്ടാവും ഗൈസ്. എന്താ പറയുക, താടി വടിച്ച് മീശയെല്ലാം വടിച്ചിട്ടൊരു പ്രത്യേക ഒരു ലുക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പോയിട്ട് ഒരു ചായയിലും കുടിച്ചു. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ടാ.